സാറേ, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ മദ്യപാനം കുറയുമായിരിക്കും ഇനി അങ്ങോട്ട്. കാരണം സാർ പുതിയ വാർത്ത അറിഞ്ഞില്ലേ? സംസ്ഥാന സർക്കാർ മദ്യത്തിന് വില കൂട്ടി. അപ്പോൾ എന്ത് ചെയ്യും ഈ കുടിയന്മാരൊക്കെ? ഭയങ്കരമായിട്ട് വില കൂടുന്ന ലക്ഷണമൊക്കെയാണ് കാണുന്നത്. വില കൂടുന്നൊക്കെ പറഞ്ഞാലും മദ്യപാനം ഇവിടെ കുറയുമെന്ന് യാതൊരു പ്രതീക്ഷയും നമുക്ക് ആർക്കും വെക്കേണ്ട കാര്യമില്ല. കാരണം മദ്യത്തിന് വില കൂടുന്നതനുസരിച്ച് ഇവിടെ പല പല പ്രശ്നങ്ങളുണ്ടാകും. കാരണം ഇവിടെ കൂടുതൽ എനിക്ക് തോന്നുന്ന കൊറോണയുടെയൊക്കെ സമയത്ത് ഇവിടെ മദ്യം കിട്ടാത്തൊരു സമയത്ത് ഇവിടെ കള്ളമാറ്റുകൾ, മറ്റുള്ള രീതിയിലുള്ള മദ്യങ്ങൾ, ചാരായം അങ്ങനെയുള്ളതിനൊക്കെ കൂടുതൽ ചാൻസുകൾ വരും. എനിക്ക് തോന്നുന്നു സാധാരണ തൊഴിലാളികളാണെങ്കിൽ അവർ കൂലി കൂട്ടി ചോദിക്കും. കാരണം അവർക്ക് എല്ലാവർക്കും വെള്ളമടി ഒരു 50% തൊഴിലാളികളും മദ്യപിക്കുന്നവരാണ്. മദ്യം കൂടുന്നതനുസരിച്ച് നമ്മുടെ ഇവിടുത്തെ കൂലികളും മറ്റുള്ള കാര്യങ്ങളും ഇത് മദ്യം കുറയുമെന്നുള്ള യാതൊരു പ്രതീക്ഷ എനിക്കില്ല. അതുകൊണ്ട് മദ്യം കിട്ടാതെ വരുമ്പോഴത്തേക്ക് അവർ വേറെ പല മാർഗ്ഗങ്ങളിലേക്കും കടക്കും. ഇപ്പൊ സ്കൂളുകളിലായാലും മറ്റൊക്കെ പല പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. എല്ലാ സ്കൂളുകളിലും കഞ്ചാവ് പിള്ളേരായാലും സ്കൂളിലായാലും. ഇപ്പം ഞാൻ ധരിച്ചോളൂ, ഇവിടെ ഏതൊരു സ്ഥലത്തും ഇപ്പൊ കേരളത്തിൽ ഞാൻ പ്രത്യേകിച്ച് മലയാളികളുടെ ഏതൊരു പാർട്ടിക്കും അത് കല്യാണമായാലും മരണമായാലും എന്ത് കാര്യമായാലും ഉറപ്പായിട്ടും അവിടെ കുപ്പി പൊട്ടിക്കുക എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റാണ്. അന്നേരം ഉറപ്പായിട്ട് ഇത് മദ്യം കുറയുമെന്നുള്ളൊരു പ്രതീക്ഷ എനിക്കില്ല. എന്നാൽ ഈ കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു ബിയറിനും മറ്റുള്ള മദ്യത്തിനും അതിന്റെ പുതിയ പുതിയ കാര്യങ്ങൾക്കെല്ലാം ഒത്തിരി 20 രൂപ 40 രൂപ കൂടിയതുകൊണ്ട് മദ്യപാന്മാരെ സംബന്ധിച്ചോളം ഒരു ബുദ്ധിമുട്ടായിരിക്കും. ഡെയിലി മദ്യപിക്കുന്ന ഒരു സാധാരണക്കാരെ സംബന്ധിച്ചോളം അവർക്ക് റേറ്റ് കൂടുതലാണ്. പിന്നെ അവരെ സംബന്ധിച്ചോളം അവർക്ക് ബാറിൽ പോകാനും ഒക്കെയുള്ള ഒരു സൗകര്യങ്ങൾ കുറവാണ്. ബാറിൽ പോകാന്ന് പറയുമ്പോൾ അവരുടെ ബഡ്ജറ്റ് അനുസരിച്ച് അവർക്ക് ഇത് ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമ്മൾ എല്ലാവരും തന്നെ സാധാരണക്കാർ ഇപ്പം 500 രൂപ 1000 രൂപ കൊടുത്ത് ചെറിയ കുപ്പിയും മേടിച്ചുകൊണ്ട് വീട്ടിൽ പോയി കഴിക്കുക. വഴി വെച്ച് കഴിക്കാനാണെങ്കിൽ പോലീസുകാർ സമ്മതിക്കില്ല, വണ്ടിയെ വെച്ചാണെങ്കിൽ അവർ ഊതിക്കും. ബിവറേജിന്റെ ഒക്കെ വാതിക്കൽ തന്നെ എല്ലാ സ്ഥലത്തും നമ്മുടെ കേരളത്തിൽ പോലീസ് കിടപ്പുണ്ട്. എന്നാൽ നേരെ മറിച്ച് തമിഴ്നാട്ടിലേക്ക് മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്കൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവിടെ ബിവറേജിന്റെ കൂടെ തന്നെ അവർക്ക് കഴിക്കാനുള്ള സൗകര്യങ്ങളോ അവർക്ക് മദ്യപിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഇവിടെ മദ്യപിക്കാൻ ലൈസൻസ് ഗവൺമെന്റ് കൊടുക്കുകയും ചെയ്യും. ഇവർ പറയുന്ന ഉടനെ തന്നെ ഊതിക്കുക, എല്ലാ വണ്ടികളും അവിടുന്ന് ബാറിന്റെ വാതിക്കൽ നിന്ന് വരുന്ന വണ്ടികൾ ഊതിക്കുക. അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ബുദ്ധിമുട്ടുകൾ മദ്യപന്മാരുണ്ട്. സാധാരണക്കാരെ സംബന്ധിച്ചോളം, അല്ലാത്ത ഒരു ആവറേജിന് മുകളിലുള്ളവരെ സംബന്ധിച്ചോളം അവർക്ക് വില കൂടുകയോ മറ്റുള്ള കാര്യങ്ങളൊന്നും അവരെ സംബന്ധിച്ചുള്ള വിഷയമല്ല. സാധാരണക്കാരെ സംബന്ധിച്ചോളം അവന് മദ്യപാനത്തിന് വില കൂടുമ്പോൾ അവൻ പല രീതിയിൽ അവൻ്റെ ദൈനംദിന കൂലിയും മറ്റുള്ള കാര്യങ്ങൾ കൂട്ടിച്ചോദിക്കുക, മറ്റുള്ള രീതിയിലുള്ള കാര്യങ്ങൾ അവൻ പല രീതിയിൽ ഈ കാശുണ്ടാക്കാൻ വേണ്ടി എങ്ങനെ മദ്യപിക്കുക, എങ്ങനെ കാശുണ്ടാക്കാവുന്ന രീതി ഏതൊക്കെ തരത്തിൽ അക്രമസത്തിലാവുക, അവർ ഏതൊക്കെ രീതി മറ്റുള്ള രീതി പ്രതികരിക്കുക ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. സ്ഥിരമായിട്ട് കിട്ടുന്ന ഈ സാധനം കിട്ടാതെ വരുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഇങ്ങനെ നമ്മുടെ മാധ്യമത്തിലൊക്കെ കാണാമല്ലോ. അതിനെപ്പറ്റിയൊക്കെ എന്നാ പറയുന്നത്, വില കൂടുന്നതിനെ പറ്റി സാരിക? സാർ, നമ്മുടെ നാട്ടിലെ എനിക്ക് തോന്നിയിരിക്കുന്നിടത്തോളം കാലം ഈ മദ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സർക്കാരിൻ്റെ തന്നെ ഒരു ഏറ്റവും കൂടുതൽ നികുതി പണം കിട്ടുന്ന ഒരു സെക്ഷനാണ്. ഈ മലയാളികൾ, ഈ പെൺകുടികൾക്ക് അല്ലെങ്കിൽ മലയാളി സ്ത്രീകൾക്ക് സ്വർണം എത്രമാത്രം പ്രിയപ്പെട്ടതാണോ അതുപോലെയാണ് മലയാളി പുരുഷന്മാർക്ക്, മലയാളികളെന്നല്ല ജനറലി എങ്കിലും നമ്മൾ കേരളത്തിലെ കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ മലയാളി പുരുഷന്മാർക്ക് അത്രമേൽ പ്രിയപ്പെട്ടതാകുന്നു മദ്യം. ഇപ്പോൾ സ്വർണ്ണത്തിന് നമ്മൾ സാറിന് അറിയാലോ, ഇപ്പോൾ ഇന്നത്തെ റേറ്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ റേറ്റ് 60-ന് മേളിൽ കയറി, 61 അതുപോലെ തന്നെയാണ്. എന്നാലോ സ്വർണ്ണ വാങ്ങിക്കുന്ന ആൾക്കാരുടെ എണ്ണത്തിന് ഒരു തരിമ്പ് പോലും കുറവ് വന്നിട്ടില്ല. ജ്വല്ലറികളിലൊക്കെ അത്യാവശ്യം നല്ല രീതി തിരക്കുണ്ട്. അതുപോലെ തന്നെയാണ് സാറ് പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നത് മദ്യത്തിന് ഇനി എത്ര വില കൂട്ടിയാലും 10 എന്നല്ല 100 കൂട്ടിയെന്ന് പറഞ്ഞാലും ശരി, ആൾക്കാരുടെ എണ്ണത്തിനോ അവരുടെ ആവശ്യത്തിനോ ഒരു കുറവുണ്ട്. കാരണം അവർക്കൊരു സാറ് പറഞ്ഞത് വളരെ കഴിഞ്ഞ ദിവസം നടന്ന കല്യാണത്തിന് 15,000 20,000 രൂപയുടെ ഒരു ചെറിയ ചടങ്ങിന് പോലും ഈ പറഞ്ഞ പോലെ ഭക്ഷണത്തിന് മുടക്കുന്നതിനേക്കാൾ കൂടുതൽ കാശ് മദ്യം, ഈ പറഞ്ഞ പോലെ കുപ്പി പൊട്ടിക്കുന്നതിനാണ്. ഇപ്പം മദ്യത്തിലും ഒഴുകുകയാണ്. എന്ത് ചടങ്ങ് സാറ് പറഞ്ഞ പോലെ അത് നൂലുകെട്ടാവട്ടെ, ഈ പറഞ്ഞ പോലെ മരണമാവട്ടെ, എൻഗേജ്മെന്റ് ആവട്ടെ, യാത്രയപ്പായിക്കോട്ടെ, ഇനി യാത്ര പിന്നെ വരവേൽപ്പായിക്കോട്ടെ, എന്തിനും മദ്യമില്ലാതെ ഒരു പരിപാടി മലയാളികൾക്ക് ഇല്ലാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏറ്റവും എനിക്കൊന്ന് മാട്ടാറമ്മെന്നൊക്കെ പറയുന്ന ജവാൻ പോലുള്ള സാധനങ്ങൾക്കൊക്കെ ഏതാണ്ട് 10% കൂടിയിട്ടുണ്ട്. അതുപോലെ ഏതോ വിസ്കിക്ക് ഏതോ 1350 രൂപ, അത് 1400 ഉയർന്നിരിക്കുന്നു. അങ്ങനെ എല്ലാ തരത്തിലുള്ള ബിയറിന് ഈ പറയുന്ന 100 രൂപ ഇനി നികുതിയും കൂടെ കൂട്ടി 140 രൂപ ആകുമെന്ന് പറയുന്നു. ബിയർ മാത്രം അടിക്കുന്ന കുറേ യുവാക്കൾ നമ്മുടെ നാട്ടിലുണ്ടെന്ന് തോന്നുന്നില്ല സാറേ. കാരണം മിക്ക സ്ഥലങ്ങളിലും ചെല്ലുമ്പോൾ ഈ പാർട്ടികൾ, പ്രത്യേകിച്ച് IT കമ്പനികളിലോ അതല്ലെങ്കിൽ ഈ പറഞ്ഞ ചെറുപ്പക്കാരെല്ലാം കൂടുതൽ കഴിക്കുന്ന ബിയറുകളാണ് ക്യാൻ ബിയറുകൾ. ഉറപ്പായിട്ടും ബിയർ എന്ന് പറഞ്ഞാൽ ബിയർ ഇതിന്റെ ഒരു സ്റ്റാർട്ടിങ് ആദ്യം എല്ലാവരും തുടങ്ങുന്ന ബിയറിലാണ് ബിയർ അല്ലെ കള്ള് അങ്ങനെയൊക്കെ തുടങ്ങിയിട്ട് പിന്നീടാണ് ഇത് കുടിയന്മാരായിട്ട് അല്ലെ ആ രംഗത്തേക്ക് കൂടുതലായിട്ട് വരുന്നത്. സ്റ്റാർട്ടിങ് എല്ലാവരും നോക്കി ബിയർ കുഴപ്പമില്ല. നമ്മളിപ്പോൾ വിദേശത്തേക്കോ പല സ്ഥലങ്ങളിലൊക്കെ പോയ ബിയറൊക്കെ ഇങ്ങനെ കന്നാസി വെച്ചിരിക്കുകയാണ്. ഈ സമയത്തും കടയിലെ സൂപ്പർ മാർക്കറ്റിൽ നാരങ്ങാവെള്ളം കുടിക്കുന്നവർ ഇപ്പോൾ ബാംഗ്ലൂർ ആയാലും പല സ്ഥലങ്ങളിൽ ഇപ്പോൾ ഗോവയിൽ പോയ എല്ലാ കടകളും തന്നെ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുക. ബിയർ ആയാലും അല്ല ബിയർ ലിക്കറും എല്ലാം നിരത്തി വെച്ചിരിക്കുക. അവിടെ ഒന്നും ഒരു റെസ്ട്രിക്ഷൻ ഇല്ല. നമ്മുടെ നാട്ടിലാണ് ഇത് കുടിക്കുന്നത്, പഴി വെച്ച് കുടിക്കാൻ പറ്റത്തില്ല, റോഡിൽ പറ്റത്തില്ല. മറ്റുള്ള രാജ്യങ്ങളിൽ അവിടെ ഉറപ്പായിട്ടും ശാരീരിക പറഞ്ഞാലും മലയാളികളുടെ എല്ലാ ഫംഗ്ഷനും ഒരു മദ്യപാനം ഒരു ഇതായിട്ട് വന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ മദ്യം കഴിക്കുന്ന എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ മദ്യം കഴിക്കുന്ന മലയാളികളാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഉറപ്പായിട്ടും ഞാൻ പല
വിദേശ രാജ്യങ്ങളിൽ ഈ അടുത്ത കാലത്തൊക്കെ പോയ സമയത്തൊക്കെ ഉണ്ട്, വിദേശത്തൊക്കെ അവർ മദ്യം വളരെ ചുരുക്കമാണ്. അവർ ഈ വൈന് അങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ മാത്രം കഴിക്കുന്നവർ. ഈ ശരിയായ മദ്യം നമ്മുടെ എന്ന് പറഞ്ഞാൽ ഏത് കല്യാണത്തിനായാലും കുപ്പി പൊട്ടിച്ചോ, ഏത് ഫംഗ്ഷൻ ആയാലും കുപ്പിയുണ്ടോ, കുപ്പിക്ക് ഒരു സെക്ഷൻ പ്രത്യേകം, കുപ്പി പൊട്ടിച്ചു മരണത്തിൽ. അത് ഭയങ്കരമായിട്ട് നമ്മുടെ മലയാളികളെ സംബന്ധിച്ചോളം ഇപ്പോൾ ഒരു മദ്യപാനം എനിക്ക് തോന്നുന്നു ഒത്തിരി ശതമാനം പേര്, എത്ര ശതമാനം നമുക്ക് കൃത്യം പറയാൻ പറ്റത്തില്ല, എന്നാലും നല്ലൊരു ശതമാനം ആൾക്കാർ മദ്യപിക്കുന്നുണ്ട്. ആ മദ്യപാനം കൊണ്ട് ഒത്തിരി വിപത്തുകൾ നമ്മുടെ നാടിനുണ്ട്, നേട്ടങ്ങളുണ്ടെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. നമുക്കിപ്പോൾ ഒന്നും നമുക്ക് അതിനെ പ്രിവീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇപ്പോൾ കള്ളവാറ്റുകളും ഈ കുറഞ്ഞുകൊണ്ട് മദ്യത്തിന് വില കൂടുന്നതനുസരിച്ച് മറ്റുള്ള രീതി മദ്യം കിട്ടാനൊക്കെ ആൾക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇവിടെ കുറച്ച് പേർക്കൊക്കെ അല്ല, കുറച്ച് മിലിറ്ററിക്കാർക്കോ അങ്ങനെയൊക്കെ മദ്യം കിട്ടുന്നുള്ളൂ. ബാക്കി എല്ലാവരും സാധാരണക്കാരെല്ലാം നമ്മൾ ബാറുകളിൽ ആശ്രയിക്കേണ്ടി വരും. ബാറിനെ ആശ്രയിക്കുന്ന സാധാരണക്കാരന് അവൻ്റെ സാമ്പത്തികം ബുദ്ധിമുട്ടായതുകൊണ്ടാണ് മറ്റുള്ള രീതിയിലേക്കൊക്കെ പോകുന്നത്. എന്നാലും പൊതുവെ ശാരീരിക പറഞ്ഞ 100% കൂടി ഇത് നമ്മുടെ നാട്ടിലെ മദ്യപാനികളുടെ എണ്ണം വീണ്ടും വർദ്ധിക്കുകയുള്ളൂ എന്നുള്ള കാര്യം എനിക്ക് 100% അറിയാം. പിന്നെ സാർ എനിക്ക് തോന്നിയിരിക്കുന്ന കാര്യം ഈ കള്ള്, നമ്മുടെ നാടൻ കള്ളിന് അപ്പോൾ ഇനിയിപ്പോൾ ഡിമാൻഡ് കൂടുമോ ഇതിന് വില കൂടിയ സ്ഥിതിക്ക്? നമ്മുടെ കള്ളിന് വില കൂടാൻ അങ്ങനെ ചാൻസ് ഇല്ല. കള്ളെന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക വിഭാഗം ആശ്രയിക്കുന്ന, അതും കള്ളും നമ്മളിപ്പോൾ എല്ലാം പറയുന്ന ഒറിജിനൽ കള്ളൊന്നും ഇന്ന് കിട്ടുന്നില്ലല്ലോ. എല്ലാ മുന്തിരിക്കള്ളും എല്ലാ റെഡിമെയ്ഡ് കള്ള് പാലക്കാട് നിന്ന് വരുന്ന കള്ളുകൾ, അങ്ങനെ വരുന്ന കള്ളുകൾ ഇന്ന് കിട്ടാനുള്ളൂ. ഇനി മദ്യത്തിന് വില കൂട്ടിയേക്കുന്ന ഇപ്പോൾ ഗവൺമെന്റ് അവരുമായിട്ട് കുറേ നാളുകളായിട്ട് കൂട്ടാൻ വേണ്ടിയിരിക്കുകയാണ്. മദ്യ കമ്പനികളുമായിട്ട് ഗവൺമെന്റിന്റെ ഇടപാടുണ്ട്. സ്പിരിറ്റിന് വില കൂടി, അവർ പറയുന്നത് ശരിയാ, കാലാന്തരമായിട്ട് എല്ലാത്തിനും വില കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വില കൂടും. നമുക്ക് ഗവൺമെന്റിനെ സംബന്ധിച്ചോളം ഗവൺമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാനമാണ് മദ്യം ലോട്ടറി. കേരള സർക്കാരിനെ സംബന്ധിച്ചോളം മദ്യം ലോട്ടറിയാണ്. അവർക്കത് ഒഴിവാക്കാൻ പറ്റത്തില്ല. എക്സൈസ് വകുപ്പിന് കാലങ്ങളായിട്ട് വരുമാനങ്ങൾ കുറവാന്നൊക്കെയാണ് എക്സൈസ് മന്ത്രി പറഞ്ഞതെന്നൊക്കെയാണ് കഴിഞ്ഞ ദിവസം വാർത്താ മാധ്യമങ്ങളിൽ കണ്ടത്. അന്നേരം മദ്യത്തിന് ഒരിക്കലും നമ്മൾ കള്ളിലേക്കൊക്കെ ഒന്നും ഒരിക്കലും മാറത്തില്ല. അതൊരു പ്രത്യേക വിഭാഗം കഴിക്കുന്ന കുറച്ച് ആൾക്കാർ, എല്ലാവരും പഴയ പണിക്കാരെ ജോലിക്കാരൊക്കെ വൈകിട്ട് കഴിഞ്ഞാൽ അവർ ഷാപ്പിൽ വന്നിരുന്ന് കഴിച്ചു ഇച്ചിരി കപ്പയും കറിയൊക്കെ കഴിക്കുന്ന ഒരു കാലഘട്ടമൊക്കെ ഉണ്ട്. അതൊക്കെ ഇന്ന് മാറി. ഇന്നെല്ലാം 5 സ്റ്റാർ ഹോട്ടലിലേക്കോ അല്ലെ ബാറിലേക്കോ വന്ന് AC റൂമിലേക്ക് വന്ന് കുപ്പി പൊട്ടിച്ചു മറ്റുള്ള ഒരു പുതിയ സംവിധാനത്തിലല്ലേ നമ്മൾ ജീവിക്കുന്ന. പഴയ കാലഘട്ടമൊന്നും അല്ലല്ലോ. അതും കള്ളിലേക്കൊക്കെ തിരിഞ്ഞ് മടങ്ങി പോകാൻ, കള്ള് ആരോഗ്യത്തിന് നല്ലതാണ്, അനിയരമാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നല്ലതാണെന്ന് പറയുന്ന ഒത്തിരി പേര് ഇങ്ങനെ പറയുന്നുണ്ട്. കള്ള് കുടിച്ചാൽ നല്ലതാണ്, കുറച്ച് ഇതൊക്കെയാണ്. എല്ലാവരും ചില ആൾക്കാർ ധരിക്കും മദ്യം കുറച്ച് കഴിച്ചാൽ നല്ലതാണ്, 2 പേർക്ക് കഴിച്ചാൽ നല്ലതാണ്, അല്ലെങ്കിൽ കുറച്ച് കഴിച്ചാൽ ബോഡിക്ക് നല്ലതാണെന്നൊക്കെ. അതൊക്കെ തെറ്റാണ്. പല ഡോക്ടർമാരുടെ വിദഗ്ധോപദേശം മദ്യം 100% നമുക്ക് ആരോഗ്യത്തിന് ഹാനികരമാണ്. പല ഡോക്ടർമാരും പണ്ട് മദ്യം നിർദ്ദേശിക്കുന്നു എന്നൊക്കെയാണ് ചിലർ പറയുന്നത്. ഹാർട്ട് പേഷ്യന്റിനോ പലർക്കും അങ്ങനെ മദ്യം ചെറിയ രീതിയിൽ കഴിക്കാനൊക്കെ പറയുന്നു. അമേരിക്കയിലൊക്കെ കഴിക്കുന്നു. അമേരിക്കയിലൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ അല്ലെ വിദേശ രാജ്യങ്ങളിൽ അവരുടെ ക്ലൈമറ്റിനനുസരിച്ച് അവർ കഴിക്കുന്നത്. ക്ലൈമറ്റ് ചൂടാക്കാനും മിലിറ്ററിക്കാർക്കാണെങ്കിൽ തണുപ്പുള്ള ഏരിയ കൊടുക്കും, അങ്ങനെയൊക്കെ പറയുന്ന പോലെയല്ല. നമ്മുടെ നാട്ടിൽ ശാരിക പറഞ്ഞാലും ഒരിക്കലും മദ്യം എന്നാ വില കൂട്ടിയാലും, ഏത് കൂട്ടി എത്ര 100% കൂട്ടിയാലും ശനിയാഴ്ച വൈകിട്ട് നമ്മളിങ്ങനെ പോകുമ്പോൾ കാണുന്നല്ലേ ബ്യൂറോ കോർപ്പറേഷൻ ഒരിടത്തും തിരക്കുണ്ടോ? ശനിയാഴ്ചയിൽ എല്ലാ ദിവസവും ഞാൻ പല ദിവസങ്ങളിൽ ഇങ്ങനെ വണ്ടിയെ പോകുമ്പോൾ കാണാറുണ്ട്. 5 മണി കഴിഞ്ഞാൽ ബ്യൂറോ കോർപ്പറേഷന്റെ വാതക്കിൽ ഒരു വൻ തിരക്ക്. ഒരു കൂട്ടി നോക്കുമ്പോൾ നമുക്കറിയാം ഇത് വൈകിട്ടായി. എന്ന് വെച്ചാൽ വൈകിട്ട് കൂലി കഴിഞ്ഞാൽ ഉടനെ അവിടെ വന്ന് സാധനം മേടിക്കുക, വീട്ടിൽ പോവുക, അല്ലെങ്കിൽ ഇതുണ്ടാക്കുക എന്നുള്ള. അങ്ങനെ ഉറപ്പായിട്ടും എനിക്ക് 100% പറയാൻ പറ്റും ഒരിക്കലും ഇത് കുറയത്തില്ല. ഗവൺമെന്റ് അത് കൺട്രോൾ ചെയ്ത് അവർക്ക് അതിനുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത്, അല്ലെങ്കിൽ നാട്ടിൽ അരാജകത്വം വരുന്ന രീതി മദ്യം കിട്ടാതെ വന്നാൽ അവർ ഇതുണ്ടാക്കും 100%. അത് വേറെ രീതിയിലേക്ക് അരാജകത്വം പോയി. ഇപ്പോൾ സ്കൂളുകളിലും കോളേജുകളിലൊക്കെ കാണാമല്ലോ. ഇപ്പോൾ സ്കൂളുകളിലൊക്കെ എത്രയോ എല്ലാ സ്കൂളുകളിലും ഇതിലും കഠിനമായിട്ടുള്ള കാര്യങ്ങൾ, മദ്യത്തിലും മോശമായിട്ടുള്ള രീതിയിലുള്ള കഞ്ചാവ് മറ്റുള്ള സാധനങ്ങളൊക്കെ ഇന്നിപ്പോൾ സുലഭമായിട്ട് എനിക്ക് തോന്നുന്നു കേരളത്തിൽ പോലും കിട്ടുന്നുണ്ട് പല സ്ഥലങ്ങളിലും. എല്ലാ കോളേജ് ക്യാമ്പസുകളിലും കോളേജിൽ എത്ര പേരെ കുത്തിക്കൊല്ലുന്നു. ഇന്നലെ +2 വിളിക്കുന്ന വിദ്യാർത്ഥി ഒരാളെ കുത്തിക്കൊന്നു. അതിനെപ്പറ്റിയൊക്കെ എന്നാ പറയുന്നത്? ശരി സാറേ, അതിക്രമങ്ങൾ എന്തായാലും ഉണ്ടാക്കാം. ഈ കുഞ്ഞുങ്ങൾ വരെ ഈ പറയുന്ന പോലെ നറുക്കൊക്കെ ഇട്ട് അല്ലെങ്കിൽ പോക്കറ്റ് മണിയൊക്കെ സേവ് ചെയ്ത് വെച്ചിട്ട് ബിയർ മേടിക്കുക, അല്ലെങ്കിൽ മുതിർന്നവരെ കൊണ്ട് മേടിപ്പിക്കുക. അവർ ചെറുപ്രായത്തിൽ തന്നെ, അതായത് ഒരു സാർ പറഞ്ഞ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളേജൊക്കെ ഫൈനൽ ഇയർ ഒക്കെ ആകുമ്പോഴാണ്, ഇപ്പോൾ അന്നത്തെ കുട്ടികൾ, ഇപ്പോൾ സാറിൻ്റെ എൻ്റെയൊക്കെ ജനറേഷനിലെ കുട്ടികളൊക്കെ ആ ഒരു ഫൈനൽ ഇയർ ഒക്കെ ആകുമ്പോഴാണ് മദ്യം ഒന്ന് തൊടുന്നു, ബിയർ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത്. ഭയങ്കര പേടിയാണ്. ഇന്നത്തെ കുട്ടികൾക്ക് ആ പേടിയില്ല. എവിടെന്നെങ്കിലുമൊക്കെ പോക്കറ്റ് മണിയൊക്കെ പൈസ സംഘടിപ്പിച്ച് ആൾക്കൊക്കെ ഇവരുടെ ഗ്യാങ് ഒക്കെ കൂടി ഇവരുടെ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷന് ബിയർ മേടിക്കുക, അല്ലെങ്കിൽ ക്യാനോട് മേടിക്കുക എന്ന രീതിയിലാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഇവർക്കൊരു ആവേശമാണ്. മദ്യപിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മറ്റേ MDMA അടിക്കാൻ തോന്നും. മദ്യപാനവും മറ്റേ പണ്ടെന്ന് പറഞ്ഞാൽ പച്ച മദ്യപാനം മാത്രമേ ഉള്ളൂ. ഇന്നെന്ന് പറഞ്ഞാൽ ഈ മദ്യപാനത്തിൻ്റെ കൂട്ടത്തിൽ അതൊരു ആവേശം അവർക്ക് കിട്ടുന്നു. അപ്പോൾ ഉടനെ തന്നെ മറ്റ് സാധനങ്ങൾ ചെയ്യാനുള്ള ധൈര്യം വരുന്നു. അതുകൊണ്ട് MDMA പോലുള്ള സംഭവങ്ങൾ കയ്യിൽ മണപ്പിച്ച് സിറിഞ്ച് കുത്തിവെച്ച് ഈ രണ്ടും കൂടെ മിക്സ് ചെയ്തുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് വേറെ ലെവലായി മാറിയിരിക്കുകയാണ് പിള്ളേർ. അതുകൊണ്ടാണ് ഈ ബൈക്കിലൊക്കെ സാറ് കുട്ടികൾ പോകുന്നത് കണ്ടിട്ടില്ലേ? നമുക്ക് തോന്നുന്നു ഇത് എങ്ങനെയാണ് ഇവർക്ക് ഇങ്ങനെയൊക്കെ ബൈക്ക് ഓടിക്കാൻ സാധിക്കും? ഡ്യൂക്ക് പോലുള്ള ബൈക്കിലൊക്കെ നമ്മുടെ ഫ്രണ്ടിലൂടെ വന്നിട്ട് സിക്സാഗ് കളിച്ച് പോയി. അത് നേരെ കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ കൺമുമ്പിൽ വെച്ചൊരു ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടാകുന്നു. പാലക്കാട് പോകുന്ന വഴിക്ക് ഒരുത്തൻ ഡ്യൂക്ക് ബൈക്കിൽ കൊണ്ടുവന്ന് അവിടെ നിർത്തി അവൻ തെറിച്ച് ദൂരേക്ക് പോയി. ബൈക്ക് തവിടുപൊടിയായി മാറുന്നു. കാരണം ഇതൊന്നും ബോധത്തോടെ അല്ല ഈ കുട്ടികൾ ചെയ്യുന്നത്. ചെറുപ്രായം തൊട്ട് തന്നെ കുഞ്ഞുങ്ങൾ ഈ മദ്യപാനം എന്നത് ശീലമാക്കുന്നതാണ്. തീർച്ചയായിട്ടും ഈ സാറ് പറഞ്ഞ പോലെ ഈ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം തന്നെയാണ്. ഇപ്പം തന്നെ നമ്മുടെ മാധ്യമ മേഖലയിൽ തന്നെയാണെങ്കിൽ തന്നെ ഇപ്പോൾ സ്ത്രീകളും മദ്യപിക്കുന്നുണ്ട്. അതേ പുരുഷന്മാർക്ക് ഈക്വലോ അല്ലെങ്കിൽ ഒരു 10% താഴെയൊക്കെ ആയിട്ട് തന്നെ സ്ത്രീകളും അതുപോലെ തന്നെ മദ്യപിക്കുന്നു. ഇപ്പോൾ നമ്മുടെയൊക്കെ പരിചയത്തിലുള്ള കൂട്ടുകാരുടെ വീട്ടിലോ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ വീട്ടിലോ ഒക്കെ നമ്മൾ ചെല്ലുമ്പോൾ എന്നോടൊക്കെ ചോദിക്കും, ഞാൻ മദ്യപിക്കാറില്ല, പക്ഷേ എന്നോട് ചോദിക്കാറുണ്ട്
ഷാരിക്ക് താനെന്താണ് മദ്യപിക്കാത്തത്, തനിക്ക് എന്താണ് മദ്യപാനം വരാത്തത്, ഞങ്ങൾ എല്ലാവരും മദ്യപിക്കുന്നത്, ചുമ്മാ ഒരു സിപ്പ് അടിക്കുക, ഒരു ബിയർ അടിക്കുന്നു നമ്മളെ നിർബന്ധിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, നമ്മളില്ല, എനിക്ക് താല്പര്യമില്ലാത്ത കാര്യമാണെന്ന് പറയുമ്പോൾ ഞാൻ അത്ഭുതപ്പെടുകയാണ്. പിള്ളേർ, കൊച്ചു പെൺപിള്ളേർ, ഞാൻ ആൺപിള്ളേരുടെ കാര്യം മാത്രമല്ല, ആൺകുട്ടികൾ മാത്രം, ഇക്കാര്യത്തിൽ ഇവർ ഭയങ്കര ഇക്വാളിറ്റിയാണ്. രണ്ടുപേരും ഒക്കെ ഇരുന്ന് 2 കുപ്പി 3 കുപ്പി ബിയറൊക്കെ കുടിക്കുക, വിസ്കി കഴിക്കുക, വോഡ്ക, വേറെ പുതിയ സാധനം ഉണ്ടല്ലോ വോഡ്ക, ജിന്ന്, അവർ കഴിക്കാത്ത സാധനങ്ങളൊന്നുമില്ല. ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ആണും പെണ്ണും എല്ലാം മദ്യപാനികളാണെന്ന് തന്നെ പറയേണ്ടി വരും. അതോടൊപ്പം ഇച്ചിരി പുകച്ചിലും, ഇച്ചിരി സിഗരറ്റ് അല്ലെങ്കിൽ കഞ്ചാവ് ഒന്ന് ചുമ്മാ ഒരു രസത്തിന്, ഒരു ലഹരിക്കായിട്ട് ഇവരിത് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വില കൂടുമ്പോഴെങ്കിലും നമ്മുടെ നികുതിക്ക് ഒക്കെ ശരിയാണ്, നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ബജറ്റ് അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ ധനമൊക്കെ മദ്യത്തിൻ്റെ വിൽപ്പനയിലൂടെ കൂടുമെന്ന് പറഞ്ഞാലും കുടിച്ച് കരൾ വാടി തീരുമ്പോൾ ഇത് മേടിക്കാൻ ആൾ വേണ്ടേ സാറേ? അപ്പോൾ അതുകൊണ്ട് തന്നെ മദ്യത്തിന് വില കൂടുന്നത് നല്ല കാര്യമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അങ്ങനെ കൂടുമ്പോഴെങ്കിലും കുടുംബനാഥന്മാർ, ഈ പണിയെടുക്കാൻ പോകുന്നവരെല്ലാവർക്കും കുട്ടികളുണ്ട്, കുടുംബമുണ്ട്. ഇപ്പോൾ നമ്മുടെ ലക്ഷ്യം തന്നെ, ഇപ്പോൾ നമ്മുടെ തൊഴിലുറപ്പുകാരായാലും വീട്ടിൽ സാധാരണ ജോലിക്ക് പോകുന്നവരായാലും അവരുടെ അവസാനത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ വൈകുന്നേരം 2 അടിച്ചിട്ട് കിടക്കുക എന്നുള്ളതാണ്. അതാണ് അവരുടെ ഒരു സന്തോഷം. പക്ഷേ ഈ സന്തോഷം ഒരു അപകടകരമായ സന്തോഷമാണ്. ഇത് ഒരിക്കലും ആരോഗ്യകരമായിട്ടൊരു സന്തോഷമല്ല. വേറെ ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും അവർക്കൊരു ഹരമാണത്. അതുകൊണ്ട് തന്നെ മദ്യത്തിന് വില കൂടിയാൽ ഈ കുടിയന്മാർ ഇത് മേടിക്കാതിരിക്കുമെന്നുള്ള പ്രതീക്ഷയൊന്നുമില്ല. എങ്കിലും കുറച്ചെങ്കിലും കുടി കുറയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.